ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൺ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ വളരെ സ്വാദിഷ്ടമായൊരു ചിക്കൻ ബിരിയാണിയാണിത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസാണിത്. 5 കപ്പ് അരിയുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വാരി വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തതിന് ശേഷം എടുത്ത് വെച്ചിരിക്കുന്ന അരിയാണിത്. ഇതിനായി 1 കിലോ കോഴിയിറച്ചിയാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയുമാണ് തിരുമ്മി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കൂടാതെ 50 ഗ്രാം കിസ്മിസും കപ്പലണ്ടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നെയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനായി ഒരു പാനിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കപ്പലണ്ടിയും കിസ്മിസും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ കപ്പലണ്ടിയും കിസ്മിസും ഫ്രൈ ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള നമുക്ക് ഇതിലേക്ക് തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ സവോള നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതും കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട ലെയർ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 സവോളയും 7 പച്ചമുളകും കൂടെ കട്ടി കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് 10 വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് 4 ഏലക്കായും 2 ചെറിയ കഷ്ണം കറുവാപ്പട്ടയും 2 ഗ്രാമ്പുവും ഒരു തക്കാളവും കൂടിയാണ് അത് എടുത്ത് വെച്ചിരിക്കുന്നത്. കൂടാതെ ഒരു തക്കാളി ചെറുതാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനായി ഞാനൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കറുവാപ്പട്ട ഗ്രാമ്പു തക്കോലം ഏലക്ക എന്നിവയും കൂടി ആഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കളറെല്ലാം കൂടി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും മുളകും കൂടി ഒന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് ഇളക്കി കിടക്കണം. പച്ചമുളകിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ പച്ചമണം ഒന്ന് മാറുന്നോടും വരെ സവാള നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ ഗരം മസാലയും 3/4 ടീസ്പൂൺ മഞ്ഞളും കൂടെ നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നോടും വരെ കുറച്ചുകൂടി ഒന്ന് ഇളക്കി കുറച്ചുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം. സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി നല്ലൊരു കളറായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് പാകത്തിന് വെള്ളം, ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് 10 മിനിറ്റ് നേരത്തേന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രം സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് 2 സ്പൂൺ നെയ്യിടാം. നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 കഷ്ണം കറുവാപ്പട്ട, 5 ഏലക്ക, 10 കുരുമുളക് എന്നിവയും കൂടെ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി റൈസ് കുക്ക് ചെയ്യാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 7 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാകത്തിന് ഉപ്പും കൂടി ഇട്ട് അരിയും കൂടി ഇട്ട് കൊടുക്കാം.
റൈസ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാനീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നമുക്ക് വേവിക്കാം. നമ്മുടെ ചിക്കൻ കറി എന്തോരായെന്ന് നമുക്ക് നോക്കാം. ചാറെല്ലാം ഒരുമാതിരി ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചുകൂടെ ചാറ് പറ്റാനുണ്ട്. ചാറ് നന്നായിട്ട് കുറുകി വരണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ആവുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വരുന്നതോടെ വരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് അടച്ച് വെക്കാം. നമ്മുടെ കോഴി ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. ചാറെല്ലാം പറ്റി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. റൈസ് നമുക്ക് എങ്ങനെയായെന്ന് നോക്കാം. എല്ലാം നന്നായിട്ട് റൈസെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ചോറ് റെഡി ആയിട്ടുണ്ട്. ചോറൊന്നും ഒട്ടാതെ ആയിരിക്കുന്നത്. എല്ലാ ചോറും കൂടെ റെഡി ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ ബിരിയാണി നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാൻ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഒരല്പം നെയ്യും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പാത്രത്തിലേക്ക് നമുക്ക് ബിരിയാണി സെറ്റ് ചെയ്യാം. അതിലേക്ക് ആദ്യമേ ഞാൻ ഇറച്ചി മിക്സർ ഇടുവാണ്. ഇതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രേവിയും കൂടി ഇടുകയാണ്. നമുക്കതിൻ്റെ മീതിലേക്ക് അടുത്ത ലെയർ ഇടാം. ഓരോ ലെയറും അങ്ങനെ ഇട്ടിട്ട് അടുത്ത ലെയർ നമുക്ക് ചിക്കൻ ഇടാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പും കിസ്മിസും കൂടെ ഇതിനുള്ളിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും ചെയ്യണം. താങ്ക് യു.